ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ ഒരു വിദഗ്ധ അഭിപ്രായം തേടുന്നതിനായി നമ്മളോടൊപ്പം വെറ്റിനറി ഡോക്ടർ ഷൈൻ കൂടി ചേരുന്നുണ്ട്. നമസ്കാരം ശ്രീ ഡോക്ടർ ഷൈൻ. നമസ്കാരം. ഇപ്പോൾ അങ്കമാലിയിൽ സംഭവിച്ച സാഹചര്യം ആന വിരണ്ടോടുകയായിരുന്നു കുളിപ്പിക്കുന്നതിനിടയിൽ. അപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനം അടക്കമായിരിക്കുമില്ലേ ഈ ഒരു അക്രമ സ്വഭാവത്തിലേക്ക് ആന മാറാനുള്ള ഒരു കാരണം? അത് ഒരു കാരണമായി പറയാം. എങ്കിലും അതിന് പ്രധാനമായും നമ്മൾ കാണേണ്ടത് ഈ കേരളത്തിലെ നാട്ടാനകളുടെ എണ്ണം ഏതാണ്ട് 400-ൽ താഴെയായി കുറഞ്ഞു വരുന്നു. എന്നാൽ ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും ഒക്കെ എണ്ണം കൂടി വരികയും ചെയ്യാം. അപ്പോൾ നിലവിലുള്ള ആനകൾക്ക് ധാരാളം ജോലിഭാരം ഉണ്ടാവുന്നുണ്ട്. അതായത് ഒരു ദിവസം തന്നെ ചിലപ്പോൾ 1-2 ഉത്സവങ്ങൾക്കൊക്കെ പോകേണ്ട ഒരവസ്ഥയാണ് ആനകൾക്കുള്ളത്. കൃത്യമായ ഏർപ്പാടാണെങ്കിലും അത് സുരക്ഷിതമായി ചെയ്യേണ്ടി വരുമ്പോൾ ആന ശാന്തമായി എവിടെയെങ്കിലും നിൽക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിന്റെ ചുവട്ടിൽ പോയി നിൽക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സമയത്ത് മാത്രമേ അപകടം ഉണ്ടാവാതെ സുരക്ഷിതമായ ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് ഒരു മയക്കുവെടി വെക്കുന്ന ഡോക്ടർക്ക് അത് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ അതിന് പോലീസിന്റെയും ഒക്കെ വലിയ സഹായം ആവശ്യമുണ്ട്. ആന ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മയക്കുവെടി വെക്കാൻ കഴിയില്ല. ആന എവിടെയെങ്കിലും ഒരു പറമ്പിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്തോ എന്ന് ശാന്തമായി നിൽക്കുമ്പോൾ മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പൊ മിക്കവാറും ഡ്രോണൊക്കെ ഉപയോഗിച്ചിട്ടുള്ള സംവിധാനമൊക്കെ വരുന്ന ഒരു കാലമാണ്. എങ്കിൽ പോലും ഓടുന്ന ഒരു ആനയെ, പ്രത്യേകിച്ച് ജനക്കൂട്ടത്തിനിടയിലേക്ക് ഓടിക്കയറുന്ന ഒരാനയെ ഒരു കാരണവശാലും പിടിക്കാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ വെള്ളത്തിലോ തടാകത്തിലോ ഒക്കെ ചെന്നിറങ്ങുന്ന ഒരാനയെ അവിടെ വെച്ചും പിടിവെക്കാൻ കഴിയില്ല. കാരണം ആന മയക്കുവെടി വെച്ച് മയങ്ങി തടാകത്തിലേക്കോ മറ്റോ വീഴുകയോ വല്ലതും ചെയ്താൽ പിന്നെ തീർച്ചയായിട്ടും അതിന്റെ മരണമായിരിക്കും സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ അത്തരത്തിലുള്ള സുരക്ഷിതമായ ഒരു സാഹചര്യത്തിൽ മാത്രമേ നമുക്ക് വെടിവെക്കാൻ കഴിയുള്ളൂ, മയക്കുവെടി വെക്കാൻ കഴിയുള്ളൂ.